കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മുടെ ചാനലിലൂടെ പലതരത്തിലുള്ള സൗണ്ട് സിസ്റ്റം ഇൻക്ലൂഡിങ് ടൂറിസ്റ്റ് ബസ്സിലെ സൗണ്ട് സിസ്റ്റം വരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, DDയുടെ സബ്വൂഫർ നമുക്ക് വീട്ടിൽ വെക്കാൻ സാധിക്കുമോ? അങ്ങനത്തെ സബ്വൂഫർ DD മാനുഫാക്ചർ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന്. എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ആ ഒരു ലോഗോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതിൻ്റെ മുതലാണെന്ന്. നമ്മുടെ സ്വന്തം ബ്രാൻഡായ DDയുടെ മുതലാണ്. DDയുടെ സബ്ബാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതും വീട്ടിൽ വെക്കാൻ പറ്റുന്ന DDയുടെ ഒരു കിടൻ സബ്വൂഫറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കൂടാതെ തന്നെ റോക്ക്ഫോർഡിന് തന്നെ ടൂറിസ്റ്റ് ബസ്സുകളിൽ യൂസ് ചെയ്യുന്ന ഒരു സബ്വൂഫറും കൂടെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഇന്ന് ഇവന്മാരെ രണ്ടുപേരുടെയും ആ ഒരു സൗണ്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോണത്. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ DDയുടെ സബ്വൂഫർ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ A to Z കാര്യങ്ങൾ ഇതിൻ്റെ കാര്യം അത്രയ്ക്ക് നല്ല ഒരു പോളി സബ്വൂഫറാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ DDയുടെ റെഡ് ലൈൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ്ങിൽ വരുന്ന ഒരു സബ്വൂഫറാണ് റെഡ് ലൈൻ. അതായത് നമുക്ക് നമ്മുടെ ഹോം പർപ്പസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സബ്ബാണിത്. അപ്പോൾ DDയുടെ റെഡ് ലൈൻ RL-SW12 എന്നാണ് ഇതിൻ്റെ ആ ഒരു സീരീസ് വരുന്നത്. S4 സീരീസ് ആണ്. അതായത് RL-SW12 S4 എന്നാണ് ഈ ഒരു സബിൻ്റെ സീരീസും കാര്യങ്ങളൊക്കെ വരുന്നത്. 12 ഇഞ്ച് സബ്വൂഫർ ആണ്. അപ്പോൾ നമുക്ക് RMSും കാര്യങ്ങളൊക്കെ പയ്യെ സംസാരിക്കാം. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നോർമലി എല്ലാ സബ്വൂഫറും വരുന്ന പോലെ തന്നെ നല്ലൊരു വെൽഡ് പാക്കിങ്ങിലാണ് നമ്മുടെ ഈ ഒരു സബ് എത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സബ്. അപ്പോൾ ഇവനതെ ഇങ്ങോട്ടേക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ കൂടെ എന്തൊക്കെ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. ഒരു വാറണ്ടി പേപ്പർ നമുക്ക് ഇതിനോട് ലഭിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ സബ്വൂഫേഴ്സിൻ്റെയും കൂടെ ലഭിക്കുന്ന പോലെ ഒരു വാറണ്ടിയും കാര്യങ്ങളും ഒക്കെ ഇതിന് ലഭിക്കുന്നുണ്ട്. ഒരു 1 ഇയർ വാറണ്ടിയാണ് നമുക്ക് ഈ ഒരു സബിൻ്റെ കൂടെ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഇത് മാത്രമേ നമുക്ക് ഈ ഒരു പാക്കിങ്ങിലൂടെ, അതായത് ഈ ഒരു ബോക്സിൽ നമുക്ക് ലഭിക്കുന്നുള്ളൂ. പിന്നെ പാക്കേജിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ സബ് അൺബോക്സ് ചെയ്യുമ്പോൾ DDയുടെ ലോഗോ അല്ല ഇതിൻ്റെ സെൻട്രലായിട്ട് കൊടുത്തിരിക്കുന്നത്, റെഡ് ലൈൻ എന്നൊരു ലോഗോയാണ്. കാരണം DDയുടെ തന്നെ റെഡ് ലൈൻ സീരീസിലുള്ള ഒരു സബ്വൂഫറാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഈ ഒരു പേപ്പറും സ്പൈഡറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു പേപ്പർ ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സബ്വൂഫറിന് വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ നടുക്കത്തെ ഈ ഒരു പോർഷനുള്ള ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. നല്ല പക്ക, എനിക്ക് തോന്നുന്നു നല്ല ഹാർഡ് മെറ്റലോണാണ് ഈ ഒരു പോർഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ സൈഡിലത്തെ ഈ ഒരു റബ്ബറും കാര്യങ്ങളൊക്കെ പക്ക ക്വാളിറ്റിയാണ്. കാരണം നമ്മൾ ഇത് മുറുക്കുന്ന സമയത്തൊക്കെ എല്ലാവർക്കും പറ്റുന്ന പ്രശ്നമാണ് ഈ സ്ക്രൂ ഡ്രൈവർ തന്നെ ഇതിൻ്റെ അകത്തോട്ട് പോയി തുള വീഴുക എന്നൊക്കെ. തുള എന്തായാലും വീഴും സ്ക്രൂ ഡ്രൈവറിന് കുത്തി കഴിഞ്ഞാൽ. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ ഒരു ബീഡിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് ഊരി എടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ബീഡിങ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് നേരെ ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ, സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഒരു റെഡ് വിത്ത് ബ്ലാക്ക്, അതായത് ഇവിടെ റെഡ്, ഈ സൈഡ് റെഡ്, ഇവിടെ ബ്ലാക്ക്, റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ ഒരു സബ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. പെയിൻ്റാണ്. പിന്നെ അതെനിക്ക് നല്ല രീതിയിൽ ഒരു ഭംഗിയായിട്ട് തോന്നി. പിന്നെ ഈ ഒരു പോർഷൻ നമ്മൾ ഏത് കളർ അടിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇത് എന്തായാലും നമ്മുടെ ബോക്സിൻ്റെ അകത്ത് പോകണമാണ്. ഒരു ട്രാൻസ്പെറൻറ്റ് ബോക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ നല്ലപോലെ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ മിക്കം ട്രാൻസ്പെറൻറ്റ് ബോക്സിൻ്റെ ഒക്കെ വീഡിയോസ് ഇപ്പോൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻറ്റ് ബോക്സ് യൂസ് ചെയ്യുന്നവർക്ക് ഇത് ട്രാൻസ്പെറൻറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ ഒരു ഡബിൾ മാഗ്നറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡബിൾ മാഗ്നറ്റ് സബ്വൂഫറാണ് നമ്മുടെ ഈ ഒരു DDയുടെ റെഡ് ലൈൻ. പിന്നെ ഈ ഒരു സബ്വൂഫറിൻ്റെ RMSും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഏകദേശം 300 RMS ആണ് നമുക്ക് ഈ ഒരു സബിന് ലഭിക്കുന്നത്. നമ്മുടെ JBL ഒക്കെ 325ഒക്കെയാണ്, പക്ഷേ ഇതിന് 300 RMS ലഭിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു 300 വാട്ട്സിൻ്റെ ഒരു സബ്വൂഫർ ആംപ്ലിഫയർ വാങ്ങുവാണെങ്കിൽ നമുക്ക് അതിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ മാക്സിമം പീക്ക് പവർ എന്ന് പറയുന്ന ഒരു 600 ആണ്. 600 പീക്ക് പവർ ആണ്. കാരണം ഈ ഒരു സബ് നമ്മുടെ വീട്ടിൽ വെക്കേണ്ട പർപ്പസിനാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് ഒരു 300 വാട്ട്സ് വരെയൊക്കെയുള്ള ഒരു RMSും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. പീക്ക് പവർ നമുക്ക് 600 മാക്സിമം ആണ് ലഭിക്കുന്നത്. അപ്പോൾ അതെനിക്കൊരു ചെറിയൊരു കുറവെന്നല്ല, വീടുകളിലാണല്ലോ മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വണ്ടിയിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. നിങ്ങളുടെ പർപ്പസ് പോലെ ഇരിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ വീടുകളിലാണ് മിക്കവരും ഇത് വാങ്ങി യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്താ പറയുക, ബാക്ക് വശത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് എൻ്റെ A to Z ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു കോയിൽ തണുക്കാൻ വേണ്ടിയുള്ള ഒരു ഹോളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മുടെ സീരീസ് എഴുതിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവിടുത്തെ വാട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 100 മുതൽ 300 വരെ വാട്ട്സ് വരെ RMS എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ 300 വാട്ട്സിൻ്റെ ഒരു ആംപ്ലിഫയറിലൊക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ലഭിക്കത്തുള്ളൂ. 400 വാട്ട്സിൻ്റെ ആംപ്ലിഫയറിൽ നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ സബിൻ്റെ കാര്യത്തിൽ നമ്മൾ ഫുള്ള് പഞ്ച് ഇടാൻ പറ്റത്തില്ല.
സ്വല്പം നമ്മളൊന്ന് കുറച്ചിട്ടാൽ മാത്രം മതി, വേറെ പതറിച്ച കാര്യങ്ങളോ സംഭവിക്കുന്നില്ല. എന്നാൽ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മളവിടെ ആംപ്ലിഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്പീക്കർ സിസ്റ്റം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സബ് ഊഫർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബ് ഊഫർ നമ്മൾ വെച്ചിരിക്കുന്നത് താഴെയായിട്ടാണ്. അപ്പോൾ നമുക്ക് മേളിൽ സബ് വെക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സബ് ഇവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഡിയുടെ റെഡ് ലൈൻ സബ്ബാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോർണറിലായിട്ടാണ് ഞാൻ നമ്മുടെ സബ് വെക്കുന്നത്. നമ്മുടെ ആംപ്ലിഫയറിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോയില്ല, കാരണം നിങ്ങൾ നമ്മുടെ ചാനലിലൂടെ പലതവണ കണ്ടുള്ള നോർമൽ 5.1ന്റെ ഒരു 400 വാട്ട്സിന്റെ ഒരു ആമ്പാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ നമ്മുടെ റോക്ക്ഫോർഡ് വർക്ക് ചെയ്യാനുള്ള 200 വാട്ട്സിന്റെ ആംപ്ലിഫയറും ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ പാട്ട് പ്ലേ ചെയ്തിട്ട് എങ്ങനെയുണ്ട് ആ ഒരു ബാസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാം. ഇപ്പൊ കേട്ടത് വോക്കലാണ്, ഇനി കേൾക്കാൻ പോകുന്നത് ബാസാണ്. എന്റെ പൊന്നെ, അത്രേ പറയുന്നുള്ളൂ ഞാൻ. നമ്മുടെ DD എന്ന് പറയുന്ന ആ ഒരു സബ് നമ്മളെല്ലാവരും നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പെർഫോമൻസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയണ്ട. ആ കമ്പനി തന്നെ പുറത്തിറക്കിയ റെഡ് ലൈൻ എന്ന സീരീസിൽ ഇറങ്ങിയിട്ടുള്ള സബ്ബാണ് നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. അപ്പോൾ 400 വാട്ട്സിൻ്റെ ആമ്പാണ്, കാരണം 300 വാട്ട്സിൻ്റെ ആമ്പ് ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് 400ലാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സബിൻ്റെ ബാസ് നമ്മൾ പകുതിയിലാണ് ഇട്ടിരിക്കുന്നത്, എന്നിട്ടാണ് ഈ ഒരു വർക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫുള്ളാക്കി കഴിഞ്ഞാൽ പറയണ്ട, പൊളിയും എന്നൂടെ പറയാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഈ അതേ സിസ്റ്റത്തിലേക്ക് നമ്മൾ റോക്ക്ഫോർഡ് സബ് കയറ്റാൻ പോവാണ് 200 വാട്ട്സിൻ്റെ. അപ്പം ആമ്പിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ആമ്പിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, അകത്തുള്ള ട്രാൻസ്ഫോമറിലും കാര്യങ്ങളൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട്. 200 വാട്ട്സ് RMS വരുന്ന ആമ്പാണ് നമ്മൾ അടുത്ത് കണക്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഇനി നമുക്ക് നേരെ സബ് ചെയ്തതിന് കാണാം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ റോക്ക്ഫോർഡ്ഫോസ്ഗേറ്റ് എന്ന് പറയുന്ന സബ് വൂഫർ രാജാക്കന്മാരുടെ ഒരു സബ്ബാണ്. അപ്പോൾ ഇതിൻ്റെ സീരീസ് എന്ന് പറയുന്നത് R1 എന്നാണ്, റോക്ക്ഫോർഡ് R1 എന്നാണ് ഈ ഒരു സബിൻ്റെ സീരീസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മാക്സിമം പീക്ക് പവർ എന്ന് പറയുന്നത് 400 വാട്ട്സ് ആണ് മാക്സിമം പീക്ക് പവർ വരുന്നത്. RMS എന്ന് പറയുന്നത് 200 വാട്ട്സ് RMS ആണ് നമുക്കിത് ലഭിക്കുന്നത്. 12 ഇഞ്ച് ആണ്, 4 ohms ആണ് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ തന്നെ ഇത് സിംഗിൾ കോയിലാണ്. അപ്പോൾ നമുക്ക് ഇവനെ കൂടെ അൺബോക്സ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കസ്റ്റമർ യൂസർ മാനുവൽ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മോഡൽ നമ്പറും കാര്യങ്ങളും നമുക്ക് ഇത് വാറണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് 1 year വാറണ്ടിയാണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ റോക്ക്ഫോർഡ് സബ് പരിചയപ്പെടാൻ പോവാണ്. റോക്ക്ഫോർഡ് സബിലേക്ക് വരുമ്പോൾ നമ്മുടെ DD സബിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിന് ഇച്ചിരി പേപ്പറിൻ്റെ ക്വാളിറ്റി ഇച്ചിരി കുറവാണ്. പേപ്പർ ക്വാളിറ്റി കുറവെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ DDയുടെ സബ് കണ്ടതിനെക്കാട്ടി ഒരു സ്വല്പം ഒരു പേപ്പർ ക്വാളിറ്റി കുറവാണ്. പക്ഷേ എന്നാലും ഇത് നമ്മുടെ എന്താ പറയുക ഗ്രില്ലും കാര്യങ്ങളൊക്കെ വെച്ച് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പേപ്പറിന് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കത്തൊന്നുമില്ല. പിന്നെ റബ്ബർ ക്വാളിറ്റിയിലേക്ക് വരുമ്പോഴും നമ്മൾ നേരത്തെ കണ്ട DDയുടെ അത്രയും റബ്ബർ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ അതൊരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ പാടില്ല, കാരണം 200 വാട്ട്സ് RMS ഉള്ള ഒരു സബ് വൂഫറാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റിയിലായിരിക്കും അവർ ബിൽഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രൈസ് റേഞ്ചിലും അത്രയും നല്ലൊരു വ്യത്യാസം DD ഇത് തമ്മിൽ കാണും. പ്രൈസ് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ DDയിൽ കണ്ടത് റബ്ബറാണ്, പക്ഷേ ഇതിൽ കണ്ടിരിക്കുന്നത് ഫൈബർ ആണ് കേട്ടോ. ഫൈബർ ടൈപ്പാണ്. തട്ടുമ്പോൾ തന്നെ സൗണ്ട് കേൾക്കാം നിങ്ങൾക്ക്, കണ്ടില്ലേ? നല്ലൊരു ഫൈബർ ഒരു ഇതിലാണ് ഇതിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് കൂടാതെ റോക്ക്ഫോർഡിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സബിൻ്റെ സെൻട്രലായിട്ട് നമ്മുടെ റോക്ക്ഫോർഡ്ഫോസ്ഗേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീരീസ് ഇവിടെ R1 എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ നമ്മുടെ സബിൻ്റെ സൈഡ് വ്യൂയിലേക്ക് വരാം. സബ് സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു സബ് മാനുഫാക്ചർ ചെയ്തെങ്കിൽ ഫുൾ ഒരു ബ്ലാക്ക് തീമിലാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. പിന്നെ സിംഗിൾ മാഗ്നറ്റ് ആണ്, ഡബിൾ മാഗ്നറ്റ് അല്ല, സിംഗിൾ മാഗ്നറ്റ് ആണ്. 200 വാട്ട്സ് RMS ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിംഗിൾ മാഗ്നറ്റ് ആണ്. കൂടാതെ തന്നെ ഇതിൻ്റെ ഈ ഒരു പിന്ന്, അതായത് വില കൂടിയ സബ് വൂഫേഴ്സിലേക്ക് വരുമ്പോൾ ഇതേപോലുള്ള പ്രസ് ടൈപ്പ് ലോക്കായിരിക്കും നമുക്ക് വരുന്നത്. കാരണം നമ്മൾ ഇതേപോലെ സോൾഡറൊക്കെ ചെയ്ത് വെക്കുന്ന സമയത്ത് ഈ ഒരു സബിലേക്കൊക്കെ നല്ല രീതിയിൽ വാട്ട്സ്, അതായത് വോൾട്ടേജ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ സോൾഡർ ചെയ്ത് വെക്കുന്ന സമയത്ത് അത് ഹീറ്റായി കുറേ മണിക്കൂർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഹീറ്റായ വയർ വിട്ടു പോകാനും അത് തമ്മിൽ ഷോർട്ട് ആവാനും നമ്മുടെ ആമ്പ് അടിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലുള്ള പിന്നുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എനിക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ട് തോന്നിയ കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു JBLും സോണി എക്സ്പ്ലോറും അങ്ങനെയുള്ള സബ് വൂഫേഴ്സ് കൂടെ അതുകൂടെ ഇൻട്രൊഡ്യൂസ് കൊണ്ടുവരുന്നത് നല്ലൊരു ഉപകാരമായിരിക്കും. കാരണം വയർ ഷോർട്ടായി നമ്മുടെ സൗണ്ട് സിസ്റ്റം അടിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ JBLൊക്കെ യൂസ് ചെയ്യുന്നവർ, അപ്പോൾ ഇതേപോലുള്ള സിസ്റ്റം വരുവാണെങ്കിൽ നല്ലതായിരിക്കും. അതൊരു സജഷനാണ്. അപ്പോൾ വെയിറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ DDയുടെ അത്രയും വെയിറ്റ് നമ്മുടെ ഈ ഒരു സബിനില്ല, കാരണം ഇത് സിംഗിൾ മാഗ്നറ്റ് ആണ്. അപ്പോൾ നമ്മുടെ സബ് അങ്ങനെ മാറ്റി നമ്മൾ റോക്ക്ഫോർഡിൻ്റെ സബ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. സെയിം സിസ്റ്റം, അതിനകത്ത് നമ്മൾ ആംപ്ലിഫയർ മാറ്റിയിട്ടുണ്ട്, 200 വാട്ട്സിൻ്റെ ആംപ്ലിഫയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ പാട്ട് പ്ലേ ചെയ്യാൻ പോവാണ്.
അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഇപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ് ഏതാണെന്ന് ഇതിൻ്റെ വർക്ക് കൂടെ കഴിഞ്ഞ ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വോക്കൽ കേൾപ്പിക്കേണ്ട കാര്യമില്ല, ഇടി മാത്രം കേൾപ്പിച്ചാൽ പോരെ. ഒരു രക്ഷയില്ല കേട്ടോ എൻ്റെ പൊന്നെ. എനിക്ക് തോന്നുന്നു ഈ ഒരു റോക്ക്ഫോർഡ് ഫോസ്ഗേറ്റിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. 200 വാട്ട്സ് RMS എന്ന് പറഞ്ഞാൽ ഒരു 300-ന് മേളിൽ കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഒരു പഞ്ച് ബോക്സ് ഇടി വരാൻ നേരം മുന്നോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് നേരത്തെ ആ ഒരു DD വെച്ച സമയത്ത് ചെറിയൊരു പതറിച്ച പോലത്തെ ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. അത്രയ്ക്ക് വലുതായിട്ടല്ല, എന്നാലും ചെറിയൊരു പതറിച്ച എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ചിലപ്പം ഇത്ര നാൾ ഈ ഒരു സബ്വൂഫേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അത്രയ്ക്കൊരു പ്രൊഫഷണലിൻ്റെ ഒരു കണ്ണി നോക്കിയോണ്ടായിരിക്കും എനിക്ക് ആ ഒരു രീതിയിൽ തോന്നിയത്. പക്ഷേ ഇത് വെച്ചിട്ട് എനിക്ക് ആ ഒരു പതറിച്ചായിട്ടല്ല, ബോക്സ് മൊത്തത്തിലൊരു അനക്കം, അത് ബോക്സ് ഒന്ന് നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ അവിടെ സെറ്റായിട്ടിരുന്നുള്ളൂ. നല്ലൊരു പഞ്ചും കാര്യങ്ങളൊക്കെ എനിക്ക് ഈ ഒരു റോക്ക്ഫോർഡിനകത്ത് നിന്ന് നല്ലപോലെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് താഴെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്തിയ 2 ചുണക്കുട്ടന്മാരെ, നമ്മുടെ DDയുടെ റെഡ് ലൈനും അതുപോലെ തന്നെ റോക്ക്ഫോർഡ് ഫോസ്ഗേറ്റ് R1 സീരീസിലുള്ള സബും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതിന് 300 വാട്ട്സ് RMSും ഇതിന് 200 വാട്ട്സ് RMSും ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ രണ്ടും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരേപോലത്തുള്ള പെർഫോമൻസ് ആണ് ലഭിക്കുന്നതെന്നാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമൻറ്റിലൂടെ തന്നെ അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. അതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. രണ്ടും എനിക്ക് തോന്നുന്നു ഏകദേശം 5000 ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. കറക്റ്റ് പ്രൈസ് എനിക്ക് അറിയത്തില്ല എത്രയാണ്. 5000 പ്രൈസ് റേഞ്ചിലാണ് 2 സബിൻ്റെയും റേറ്റ് വരുന്നത്. നിങ്ങൾ റേറ്റിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോർ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു നമ്പർ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2G ഇലക്ട്രോണിക്സിൻ്റെ അവരെ വിളിക്കുവാണെങ്കിൽ A to Z ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ്. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതൊരു പാക്കേജ് ആയിട്ടും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, അതിലുപരി ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, കയറി വാച്ച് ചെയ്യാൻ മറക്കരുത്. നല്ല ഒരുപാട് വീഡിയോസ് ഉണ്ട്. കൂടാതെ തന്നെ നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്യുന്ന വണ്ടി അപ്ഡേഷൻസും കാര്യം അറിയാമല്ലോ, നമ്മുടെ ആറ്റത്തിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസും കിടപ്പുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ എന്തായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ ഗോവിന്ദ് സൈനിങ് ഔട്ട്.